മത്തൻ ലെയറിങ് ചെയ്യാനുണ്ടായ സാഹചര്യം തന്നെയാണ് പടവലം ലെയറിങ് ചെയ്യാനും കാരണമായത്. അതായത് ഒരു ദിവസം നോക്കുമ്പോൾ ഇതാ ചെടിയൊക്കെ പതുമുക്കാലും ഉണങ്ങി കാണുന്നു. നല്ലോണം പൂവൊക്കെ ഉള്ളതാണ്, കായ പക്ഷെ കുറവാണ്. ഒരു തവണ ഒരു റിങ് പടവലങ്ങ ഉണ്ടായി, അത് പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നു. ഈ ചെടിച്ചട്ടിയിൽ നിന്നാണ് ഈ പടവലം വളർന്നു വരുന്നത്. അന്ന് കുറേ വിത്ത് നട്ടിട്ട് ആകെ ഒരെണ്ണം മുളച്ചുണ്ടായത്. അപ്പോൾ ഇത് ഇത്രയും ദിവസം നല്ല ഉഷാറിൽ ഇഷ്ടംപോലെ കായുള്ള പൂവും കായില്ലാത്ത പൂവും ഉണ്ടാവും, പക്ഷേ എല്ലാം കൊഴിഞ്ഞു പോകുന്നു മാത്രം. ആകെ ഒരെണ്ണേ പടവലായുള്ളൂ. അപ്പോൾ ഞാൻ മത്തന് ചെയ്ത പോലെ തന്നെ വീണ്ടും ഒരു ചെടിച്ചട്ടി എടുത്ത് വെച്ച് അതിലൊരു കുഴി ഉണ്ടാക്കി, മൺകോരി കൊണ്ട് കുഴി ഉണ്ടാക്കി അവിടെ ലെയറിങ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതാ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു, അതിന് മുകളിൽ മണ്ണിൻ്റെ അടിയിലാക്കിയ ഒരു ഭാഗം. അപ്പോൾ ഇനി അവിടെ വേര് വരുമോ നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ ആ ചെടിച്ചട്ടിയിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ആ ചെടിച്ചട്ടി വേറെ സ്ഥലത്ത് നിന്ന് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഒരു കഷ്ണം 6 mm പൈപ്പും ഒരു ഡ്രിപ്പറൊക്കെ എടുത്തുകൊണ്ടെന്ന് 16 mm പൈപ്പ് തുളച്ച് അതിനൊരു കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ, ഞാൻ സാധാരണ ഡ്രിപ്പ് ഇറിഗേഷൻ 24 മണിക്കൂറും മിക്കവാറും ഓടില്ല. ഒരു 500 ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ട്, അത് രാവിലെ നിറച്ച് വയ്ക്കും. അപ്പോൾ തൊട്ടടുത്തുള്ള ചെടികൾക്കൊക്കെ 24 മണിക്കൂർ ഓടും. കുറച്ച് ദൂരെയുള്ള ചെടികൾക്കൊക്കെ കുറേ കഴിയുമ്പോൾ നിന്ന് പോകുന്നുണ്ട്. ഇത് പിറ്റേ ദിവസം എടുത്ത ക്ലിപ്പാണ്. വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്, പക്ഷേ വളരുന്നൊന്നും പറയാറായിട്ടില്ല. പടവലം മത്തന് തമ്മിലൊരു വ്യത്യാസം, മത്തൻ നിലത്ത് പടരുന്ന ചെടിയാണ്, പടവലം പന്തലിൽ പടരുന്നതാണ് സാധാരണ.